ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക്. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അവിയലില്ലാതെ എന്ത് ഓണം സദ്യയാണല്ലേ. നമ്മുടെ സദ്യയിലെ ഒഴിവാക്കാനാവാത്തൊരു ഐറ്റമാണ് അവിയൽ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ 2 ഓണം റെസിപ്പീസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഓണസദ്യയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സദ്യ സ്പെഷ്യൽ അവിയൽ തയ്യാറാക്കുന്നത്. അവിയലിന് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു സൈസിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ 8 ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസിലുള്ള പച്ചക്കായ എടുത്തിട്ടുണ്ട്, വലിയൊരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. ഇത്രയും വെജിറ്റബിൾസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ട് ചെയ്ത ഉടൻ തന്നെ ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനി യൂസ് ചെയ്യുന്നത് വരെ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. വെജിറ്റബിൾസ് ഇനി വേവിച്ചെടുക്കണം. കുക്കറിലാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് നമുക്കിതിനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഞാനിവിടെ 1/2 കപ്പിൽ കുറച്ച് കൂടുതൽ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഈ വെജിറ്റബിൾസ് വെന്ത് വരുമ്പം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത്ര ആവശ്യമേ ഉള്ളൂ വെള്ളത്തിൻ്റെ. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അതവിടെ നിന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അപ്പം ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 5 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സൈസിലുള്ള 3 പച്ചമുളകാണ് ചേർക്കുന്നത്. ചെറുതൊക്കെയാണെങ്കിൽ 4 ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. കുക്കർ ഇവിടെ ഒരു വിസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാനതിൻ്റെ പ്രഷർ ഇങ്ങനെ കളയാണ്. ഇല്ലെങ്കിൽ ആ ചൂടിൽ ഇത് വീണ്ടും കുക്കായിട്ട് വരും. പിന്നെ വെജിറ്റബിൾസൊക്കെ വല്ലാണ്ട് അങ്ങ് കുഴഞ്ഞു പോകും, പൊട്ടിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പ്രഷർ ഇങ്ങനെ കളയുന്നത്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. വെജിറ്റബിൾസൊക്കെ ഇവിടെ കുക്കായിട്ടുണ്ട്. ഓവറായിട്ട് കുക്കായിട്ടില്ല, ഈ ഒരു പാകത്തിൽ കുക്കായിട്ടുണ്ട്. ഇങ്ങനെ മതിയാവും. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബാക്കി കാര്യങ്ങളും നമുക്ക് കുക്കറിൽ തന്നെ ചെയ്തെടുക്കാം. ഞാനിതിപ്പം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1-2 തണ്ട് കറിവേപ്പില ഒന്ന് നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കാതെ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അവിയലൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, വലിയ കാര്യമൊന്നല്ല, ഒരു ചെറിയ കാര്യമാണ് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് അവിയലിന് ആ ഒരു ടേസ്റ്റ് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. ആ ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വളരെ നല്ലതാണ്. അപ്പോൾ കഴിയുന്നതും വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആവശ്യമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ വേവിച്ചിട്ട് ബാക്കി വന്ന വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. അതാണ് കൂടുതൽ നല്ലത്. ഞാനിവിടെ അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കണം. ഈ തേങ്ങയുടെ ഒരു റോ സ്മെല്ല്, റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറണം. അത്രയേ വേണ്ടൂ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് അടച്ചു വെക്കാം. രണ്ട് 3 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. നമ്മുടെ അവിയൽ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ആ ഒരു തേങ്ങയുടെ റോ സ്മെല്ലൊക്കെ മാറിയിട്ട് നല്ല വെളിച്ചെണ്ണയുടെ സ്മെല്ലാണ് വരുന്നത്. നല്ലൊരു സ്മെല്ലാണ്. ഈ ഒരു സമയം നമുക്കിനി തൈര് ചേർത്ത് കൊടുക്കാം. തൈര് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതായത് കട്ട തൈര് ചേർക്കുന്നില്ല. 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തൈരൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കൂടെ തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിൽ മാങ്ങയുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആകുമ്പം അവിയലിന് പുളി രുചി കൂടുതലായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തൈര് ചേർത്ത് കൊടുക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് അവിയൽ ഉണ്ടാക്കാം. എന്ന് കരുതി വെണ്ടയ്ക്കൊന്നും ചേർക്കാൻ പാടില്ല. ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം.
അങ്ങനെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഒന്ന് നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/2 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിലരൊക്കെ കടുക് വറുത്തിടുന്നത് കാണാറുണ്ട് അവിയലിൽ. ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിവിടെ കുക്കറിലാണല്ലോ വെജിറ്റബിൾസ് വേവിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെയല്ലെങ്കിൽ പാത്രത്തിൽ വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ ചിലരൊക്കെ വെജിറ്റബിൾസ് വെവ്വേറെ ആയിട്ട് വേവിച്ചെടുക്കുന്ന കാണാം. ഒട്ടും കുഴഞ്ഞു പോകാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ എന്നെ അറിയിക്കൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Thank you.